തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് മണ്ഡലത്തിലാണ്. കുമളി ടൗണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പീരുമേട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഹൈറേഞ്ച് രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഇവിടെ ഒട്ടനവധി കാര്യങ്ങൾ ചർച്ചാ വിഷയമാകുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അവരുടെ ലയത്തിലെ സൌകര്യക്കുറവ്, അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി, ആശുപത്രി ഇല്ലാത്തത് വലിയ പ്രശ്നമാണ്, പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ ഈ കാട്ടാന ശല്യം, വന്യജീവി സംഘർഷം, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന വികസന സൌകര്യക്കുറവ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ചയാകുന്ന ഒരു മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇടുക്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് വരിക ഈ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളായ കുമളി, തേക്കടി, കുട്ടിക്കാനം, വാഗമൺ, ഏലപ്പാറ, പരുന്തുപ്പാറ, പാഞ്ചാലിമേട് എല്ലാം ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് പീരുമേട്. അതുകൊണ്ട് തന്നെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് പീരുമേടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് തോട്ടം തൊഴിലാളികളുണ്ട്. അവരുടെ വോട്ടിനേറെ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 25 വർഷമായി ഈ മണ്ഡലത്തിൽ മുൻകൈ അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്നത് LDFന്റെ നേതൃത്വത്തിലാണ്. CPIക്കാണ് ഈ മണ്ഡലത്തിൽ എപ്പോഴും ആ ഒരു മേൽക്കൈ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ES ബിജിമോളിലൂടെ 2001 ഈ മണ്ഡലം പിടിച്ചതാണ് LDF. അതിനുശേഷം വാഴൂർ സോമൻ 2021 ഇവിടെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം പക്ഷേ 2025 മരിച്ചു. അതിനുശേഷം ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. എന്തായാലും വാഴൂർ സോമന് ലഭിച്ച വോട്ട് ശതമാനം ഉയർത്താനാകുമെന്നുള്ള പ്രതീക്ഷ LDFനുണ്ട്. അതേസമയം തന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ UDFനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ 2 തവണയും മത്സരിച്ച ചെറിയ ഭൂരിപക്ഷത്തിന് മാത്രം ഈ മണ്ഡലം നഷ്ടമായ സിറിയക് ജോസഫ് തന്നെയാണ് ഈ മണ്ഡലത്തിൽ വീണ്ടും UDFനായി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 1800 വോട്ടുകൾക്കാണ് സിറിയക് ജോസഫിന് ഈ മണ്ഡലം നഷ്ടമായത്. അപ്പോൾ സിറിയക് ജോസഫിലൂടെ ഇത്തവണ ഈ മണ്ഡലം നേടാനാകുമെന്നുള്ള വലിയ പ്രതീക്ഷ ഈ UDFകാർ കൊണ്ട്, ഇവിടുത്തെ കോൺഗ്രസുകാർ കൊണ്ട്, കൈപ്പത്തി ചിഹ്നത്തിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ തീർച്ചയായും മണ്ഡലം തിരിച്ചുപിടിക്കാനാകും. കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നുള്ള വലിയ പ്രതീക്ഷ UDFനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഈ മണ്ഡലത്തിന്റെ ബാക്കി ചിത്രം, മത്സര ചിത്രം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്തവണ UDFന് വേണ്ടി മത്സരിക്കുന്ന സിറിയക് തോമസ്, ഒപ്പം തന്നെ LDF സ്ഥാനാർത്ഥി CPIയുടെ ജില്ലാ സെക്രട്ടറി തന്നെ K സലംകുമാറാണ് ഇവിടെ മത്സരിക്കുന്നത്. ഈ മത്സരവുമായി ടൈറ്റ് ഫൈറ്റ് ആയിരിക്കുമെന്നാണ് നമ്മളുടെ പ്രതിനിധി രാഹുൽ വിജയൻ പറയുന്നത്. അപ്പോൾ രാഹുലിനോട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ കൂടുതൽ വിശകലനം ചോദിക്കാം. രാഹുൽ, ഈ മണ്ഡലത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ കോൺഗ്രസിന് ഈ മണ്ഡലം നഷ്ടമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. സിറിയക് തോമസ് തന്നെ വീണ്ടും ഈ മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. അതേസമയം CPI ജില്ലാ സെക്രട്ടറി തന്നെ ഇറക്കിയിരിക്കുന്നു. എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു ഫൈറ്റ്? അപ്പം NDAക്ക് വോട്ട് ശതമാനം കൂട്ടാനുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട്? ഇന്ത്യയുടെ വോട്ട് ഒരു നിർണായക ഘടകമായി മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന ഒരേ ഒരു മണ്ഡലം അത് പീരുമേടാണ്. കാരണം കഴിഞ്ഞ 2 തവണ UDF സ്ഥാനാർത്ഥിയായിരുന്ന സിറിയക് തോമസ് ഇത്തവണ വീണ്ടും മത്സരിക്കുന്നു. അദ്ദേഹത്തിന് 2 തവണയും MLA സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് 758 വോട്ടിനും ഒരെണ്ണം 1700 വോട്ടിനുമാണ്. ഇത് മറികടക്കാൻ കഴിയുന്ന ഒരു വോട്ടാണ്. സാധാരണ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം 2000 വോട്ടിന് താഴെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വിഷമം, തോൽവി ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വിഷമം. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു മണ്ഡലം ഇത്തവണ എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കുക. അതുകൊണ്ട് കോൺഗ്രസിലെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു, UDF എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് ക്യാമ്പയിൻ നടത്തുന്നു. അങ്ങനെ വലിയ മല്ലികാർജ്ജുൻ ഖാർഗെ വരുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള വലിയ നേതാക്കൾ എത്തിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ഇവിടെ UDF നടത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് LDFനെ സംബന്ധിച്ചിടത്തോളം 20 വർഷമായിട്ട് അവരുടെ കൈവശം ഇരിക്കുന്ന മണ്ഡലം അത് വീണ്ടും തുടർന്നു പോവുക CPIയുടെ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ CPI ജില്ലാ സെക്രട്ടറിനെ ഇറക്കിക്കൊണ്ട് ആ മണ്ഡലം എങ്ങനെയും നിലനിർത്തുക, എന്ത് വില കൊടുത്തും നിലനിർത്തുക എന്നുള്ളതും അവരുടെ പ്രഖ്യാപിത നയമാണ്. അതിനപ്പുറത്തേക്ക് തോട്ടം മേഖലയാണിത്. ആ തോട്ടം തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ്. തമിഴ് ഭാഷ ന്യൂനപക്ഷമുള്ള മണ്ഡലമാണ്. അവരുടെയൊക്കെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. അത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ആർക്ക് കഴിഞ്ഞു അവർ വോട്ട് കിട്ടും. അതെ, തീർച്ചയായും രാഹുൽ പറഞ്ഞതിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മണ്ഡലത്തിലെ നേട്ടം പറഞ്ഞു കഴിഞ്ഞാൽ സത്രം എയർ സ്ട്രിപ്പുമായി ബന്ധപ്പെട്ട് 12 കോടിയുടെ വികസനമാണ് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ വനം അല്ലെങ്കിൽ ഒരു അനുമതിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കം നിലനിൽക്കുന്നതിനാൽ അത് എവിടെയും എത്തിയില്ല. ഒപ്പം തന്നെ മലയോര ഹൈവേയുടെ നിർമ്മാണം, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു മേൽക്കൈ ഉള്ളൊരു മണ്ഡലം തന്നെയാണ്. നമുക്ക് ഇവിടെ കുറച്ച് ഓട്ടച്ചേട്ടന്മാരാണ്, അവരോട് തന്നെ ചോദിക്കാം. നമസ്കാരം ചേട്ടാ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഇവിടെ ഇപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ റോഡുകളുടെ നിർമ്മാണം, ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണം, സത്രം എയർ സ്ട്രിപ്പ്, ഒപ്പം തന്നെ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ചർച്ചാ വിഷയമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ടോ? 100%. UDF വരും എന്നാണ് പറയുന്നത്. LDF വരും. അതായത് CPI നമ്മുടെ കാലങ്ങളായിട്ട് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളും മോട്ടോർ മേഖല പണിയെടുക്കുന്ന ആളുകളും ഇവിടുത്തെ റോഡിന്റെ വികസനം,
വലിയ രീതിയിൽ വികസനമാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി തോട്ടം മേഖലയിൽ കോർപ്പറേറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് നിരവധി തവണ ചർച്ച ചെയ്തിട്ടും തീരുമാനമാകാത്ത തോട്ടം തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചുകൊണ്ട് തോട്ടം മേഖലകളുടെ ലയങ്ങൾ പണി പൂർത്തീകരിച്ച് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുകയും മറ്റൊന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഈ ഗവൺമെന്റ് ഇതിക്കുള്ള ഒരു നാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം എന്നാ കാര്യത്തിൽ? അല്ല അതിൽ കേരളത്തിലെ മുടങ്ങിക്കിടന്ന പെൻഷൻ 2000 ആക്കി പാവപ്പെട്ട ആളുകളെ അല്ല ഈ മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും തരത്തിലൊരു വികസനം വേണം, നമുക്ക് ഈ ചേട്ടനോട് ചോദിക്കാം. ഇവിടെ ഉള്ള ഒരു കുഴപ്പമൊന്നുമില്ല. ന്യായമായിട്ട് കമ്മ്യൂണിസ്റ്റ് ന്യായമായിട്ട് പഠിച്ചത് ഒരു കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ന്യായമായിട്ട് വീണ്ടും കമ്മ്യൂണിസ്റ്റ് വരുമെന്ന് നമുക്ക് ഒരു താല്പര്യമുണ്ട്. കാരണം അപ്പൊ ഇവിടെ കമ്മ്യൂണിസ്റ്റ് വരുന്നതാണ് ഈ ചേട്ടൻ പറയുന്നത്. എന്താ ചേട്ടന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മളിന്ന് കേരളത്തിൽ നമ്മുടെ LDF അധികാരത്തിൽ വരണം. കാരണം പെൻഷൻ പൈസ പെൻഡിങ് ആയി കിടന്ന പൈസ മുഴുവനും LDF കൊടുത്തു. അതുപോലെ ആശുപത്രി കാര്യങ്ങൾ, വീടുകൾ, ശുദ്ധജലം എല്ലാം നല്ല സൗകര്യത്തിൽ തന്നെ നമ്മുടെ പിണറായി വിജയൻ സഖാവ് എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് തന്നെ LDF അധികാരത്തിൽ വരണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങളുടെ എല്ലാം. അല്ലാതെ മറ്റൊരു പാർട്ടിയുടെ നമുക്ക് വരാൻ പാടില്ല. കാരണം ഇനിയും വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഈ ഉള്ള പെൻഷനും കൂടെ അവർ നശിപ്പിച്ചു കളയും. കാരണം അവർ കൂട്ടിത്തല്ലാനേ അവർക്ക് സമയമുള്ളൂ. അവരുടെ സമയം കഴിഞ്ഞിട്ട് അവർക്ക് നന്നാക്കാൻ അവർക്ക് സമയമില്ല. അതുകൊണ്ട് പിണറായി വിജയന്റെ സർക്കാർ തന്നെ അധികാരത്തിൽ വരണം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാർക്ക് പറയാനുള്ള. നിലവിലെ ഭരണത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ഈ മണ്ഡലത്തിലും അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥി തന്നെ വിജയിക്കണം എന്നുള്ള ആ ഒരു അഭിപ്രായമാണ് ഇവർക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.